സ്വാമി എന്ന് വേറെ ആരും വിളിക്കുന്നു. യെസ്, ഒരു ശകലം മാറി എന്നാൽ ഞാൻ അങ്ങോട്ട് പോകും. മനുഷ്യൻ്റെ ഒരു ബേസിക് ക്വാളിറ്റിയാണ്. ആ ദേഷ്യം വേറെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈ കണ്ട ഇമ്പാക്റ്റ് നമ്മളെ ബാധിക്കാം. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾക്ക് ഉത്തേജനം തരുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് ഇരട്ടിയാവും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതിന് അനുബന്ധിച്ചിട്ടുള്ള ചർച്ച എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. ഈ സിനിമാ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ കറങ്ങി നടന്ന് ലാലേട്ടനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ലാലേട്ടനെ കണ്ടു, അതിൻ്റെ കൂടെ പ്ലേ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ആ ക്ലിപ്പിൽ കണ്ടത് SN സ്വാമിയാണ്. SN സ്വാമി പേര് പറഞ്ഞ ഒരു പക്ഷേ ചിലപ്പോൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല. SN സ്വാമിയാണ് സേതുരാമയ്യർ എന്ന ക്യാരക്ടറിനെ ഉണ്ടാക്കിയ വ്യക്തി. രാജാവിൻ്റെ മകൻ, അങ്ങനെ ഒരുപാട് മൂവീസ്. ശിവരാമ നാരായണ സ്വാമി, സ്ക്രീൻ റൈറ്റർ, ഡയറക്ടർ ആൻഡ് ആക്ടർ ഹു വർക്ക്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. സ്ക്രീനിൽ കാണുന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമ. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് പറയാനുള്ളതെന്നുള്ള നിങ്ങൾ അറിഞ്ഞവർ നിങ്ങൾ ഒരുവിധം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ചർച്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. പുള്ളി ചെയ്തിട്ടുള്ള മൂവീസ് ഇതാണ്: ചക്കരയുമ്മ മുതൽ, സ്നേഹമുള്ള സിംഹം, ഗീതം, എന്നും നാഥൻ്റെ നിമ്മി, 20-ാം നൂറ്റാണ്ട്, ഒരു CBI ഡയറിക്കുറിപ്പ്, ഓഗസ്റ്റ് 1. ത്രില്ലർ സിനിമകളുടെ എന്താ പറയുക, ആ ഒരു കാലത്ത് ത്രില്ലർ സിനിമകൾ, ഈ ഒരു പ്രത്യേക ആ ഒരു ജോണറിലുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് എത്തുന്ന ഓരോ സിനിമകളും എഴുതിയതിൻ്റെ പുറകിൽ, ഡയറക്റ്റ് ചെയ്തതിൻ്റെ പുറകിൽ അദ്ദേഹമുണ്ട്. 3-ാം മുറ, ചരിത്രം, നാടുവാഴികൾ, ജാഗ്രത, അടിക്കുറിപ്പ്, പിന്നെ ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി, സൈന്യം, 1000 നാവുള്ള അനന്തൻ, ട്രൂത്ത്, നരിമാൻ, അഗ്നിനക്ഷത്രം, സേതുരാമയ്യർ CBI, ബാബ കല്യാണി, സാഗർ ഏരിയാസ് ജാക്കി റീലോഡഡ്, 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബൽറാം വേഴ്സസ് താരദാസ്, CBI 5, ലോക്പാൽ എന്നീ സിനിമകൾ 1980-കളിൽ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മൂവീസിൻ്റെ പുറകിൽ ഉള്ളൊരു വ്യക്തിയാണ് SN സ്വാമി. അപ്പോൾ SN സ്വാമി എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാനുള്ള കാര്യം എന്നുള്ളത് വെച്ചാൽ, ലാലേട്ടൻ, നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ്, ലാലേട്ടൻ പ്രതിച്ഛായ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ നിവിൻ പോളി ചിത്രം, ആ നിവിൻ പോളി മൂവിയുടെ ടൈറ്റിൽ ആൻഡ് ടീസർ ലോഞ്ചിന് വന്ന സമയത്ത് റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മീശയൊക്കെ പിരിച്ചിട്ട് ലാലേട്ടൻ മാസ് ലുക്കിലൊക്കെ വന്നിട്ടുള്ള 6-ാം തമ്പുരാനുള്ള ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലുക്കിൽ വന്നിട്ടുള്ള ഒരു സമയത്ത് കോണി ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ SN സ്വാമി ഉണ്ടാവുന്നു. അപ്പോൾ സ്വാമി എന്ന് വിളിച്ചിട്ട് പറയുന്നു, അതിനിടയ്ക്ക് കയറിയല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. അതിനിടയ്ക്ക് കയറി ഇല്ലേ എന്ന് വെച്ചിട്ട്, ഒന്ന് മാറി തന്നാൽ ഞാനവിടെ പോവാം എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങിപ്പോവാണ്. സോഷ്യൽ മീഡിയ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ലാലേട്ടൻ അച്ഛൻ്റെ പ്രായമുള്ളൊരു വ്യക്തിയെ തീരെ ബഹുമാനിക്കാതെ, ഒരു തുള്ളി പോലും ബഹുമാനം കൊടുക്കാതെ അഹങ്കാരിയായിട്ടുള്ള ലാലേട്ടൻ അവിടുന്ന് തട്ടി ഉന്തി മാറ്റിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഞാൻ പോസ്റ്റുകളോട് വയ്ക്കാം. അതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫാൻ ഫൈറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ലാലേട്ടൻ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മമ്മൂക്കാൻ്റെ ആൾക്കാരുടെ വകയും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ആദ്യം ആ ഒരു ക്ലിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. യെസ്, ഇത്രയേ ഉള്ളൂ. സ്വാമി എന്ന് ആരോ വിളിക്കുന്നു. അതിനിടയിൽ കൂടി അതിനിപ്പോൾ SN സ്വാമിയോട് പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല. സ്വാമി എന്ന് വിളിക്കുന്നു, ഒരു ശകലം മാറി എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടുന്ന് പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് വേറൊരു ക്ലിപ്പുണ്ട് കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസിൽ. അത് കണ്ടു കഴിഞ്ഞതൊന്നും ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് മീ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ഈ ഒരു ക്ലിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. സ്വാമി എന്ന് വേറെ ആരും വിളിക്കുന്നു. യെസ്, ഒരു ശകലം മാറി എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട്
ലാലേട്ടൻ തട്ടി മാറ്റി പോകുന്നു എന്നാണ് കമൻസ് എന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്താണ് ഈ ഡിസ്കഷൻ എന്നുള്ളത് വായിക്കാം. ഇന്നലെ കണ്ട ആ കാഴ്ച വല്ലാതെ വിഷമിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് സേതുരാമയ്യരെയും സാഗർ ഏലിയാസ് ജാക്കിയെയും ഒക്കെ സമ്മാനിച്ച SN സ്വാമി എന്ന മുതിർന്ന എഴുത്തുകാരൻ പടിക്കെട്ടിൻ്റെ അരികിൽ നിൽക്കുന്നു. അവിടെ വന്ന മോഹൻലാൽ സ്വാമിയോട് ചോദിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയോ, ശകലം മാറി നിന്നാൽ ഞങ്ങൾക്ക് പോവാം എന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ കയറിയോ, സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ. അതും ശബ്ദമുയർത്തി. സ്വാമി പാവം പേടിച്ച് മാറിപ്പോവുകയും ചെയ്തു. ലാലേട്ട, താങ്കൾ നടന്നു വരുന്ന വഴിയിൽ തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് കരുതാൻ ഇതെന്താ എഴുന്നള്ളത്തോ? സ്വന്തം പിതാവിൻ്റെ പ്രായമുള്ള താങ്കളുടെ സൂപ്പർ സ്റ്റാർ പദവിക്ക് കാരണക്കാരായ സിനിമകൾ എഴുതിയ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മിനിമം മര്യാദയല്ലേ ഇത്? സത്യം പറഞ്ഞാൽ അവിടെ നിന്നിരുന്നത് തരുൺ മൂർത്തി ആയിരുന്നെങ്കിൽ താങ്കൾ ആ ടോണിൽ സംസാരിക്കുമായിരുന്നോ? ഇല്ല എന്നുറപ്പാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഹിറ്റടിച്ച് നിൽക്കുന്ന സംവിധായകനാണ്. സ്വാമി ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നലാവാം ഈ അവഗണനയ്ക്ക് കാരണം. ബഹുമാനം എന്നത് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ട ഒന്നല്ല, അത് ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. സ്റ്റാർഡം തലയ്ക്ക് പിടിച്ചാൽ പഴയതൊന്നും ഓർമ്മ കാണില്ലായിരിക്കും. കഷ്ടം എന്ന് പറഞ്ഞിട്ട് സിജിൻ കോവല്ലൂർ മൂവി സ്ട്രീറ്റ് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാണ് എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഫാൻ ഫൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ മമ്മൂക്കാൻ്റെ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. ഇതാണ് ആ വ്യത്യാസം. മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ. മമ്മൂക്ക ഒരിക്കലും SN സ്വാമിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ലാലേട്ടന് അറിയാം SN സ്വാമിക്കൊക്കെ കുറച്ച് കൂടുതൽ തന്നേക്കാൾ താല്പര്യം മമ്മൂക്കയോടാണെന്ന്. പണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുക ആകും. പണ്ട് അടൂർ എന്തോ പറഞ്ഞതിന് ഈ അടുത്ത് സ്റ്റേജിൽ വെച്ച് ഊക്ക് കൊടുത്തില്ലേ, ഇത് ഒക്കെ കുഴപ്പമില്ല. ബട്ട് അത് ഒക്കെ കുറച്ച് കടന്നുപോയി. SN സ്വാമിയുടെ മുഖം തന്നെ മാറിപ്പോയത് കണ്ടോ? മമ്മൂക്കയ്ക്കൊക്കെ അപ്പോഴത്തെ ദേഷ്യമേ ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. ഉള്ളിൽ എപ്പോഴും നല്ല സ്നേഹമാണ്. ആളാണ് കവിയൂർ പൊന്നമ്മ ഒക്കെ പറഞ്ഞ പോലെ. ബട്ട് മോഹൻലാൽ പണ്ട് മുകേഷ് പറഞ്ഞു കേട്ടില്ലേ, പക മനസ്സിൽ കൊണ്ടുവയ്ക്കുന്ന ആളാണ് എന്ന്. 10 വർഷം കഴിഞ്ഞിട്ടും അത് മറക്കാതെ മനസ്സിൽ കൊണ്ടുവച്ച ആളാണ് ഈ ഏട്ടൻ. പിന്നെ കൂടുതൽ എന്ത് പറയാൻ ആണ്? ഇതാണ് അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ. ഇനി ഇതിന് ലാലേട്ടനെ അതിന് മുന്നൊരു കാര്യം പറയാം. ഡൂൾ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞത് പണ്ട് സാഗർ ഏലിയാസ് ജാക്കി ഒട്ടും താല്പര്യമില്ലാതെ എഴുതിയ സിനിമയാണ്. 20-ാം നൂറ്റാണ്ടിൽ ആ കഥാപാത്രം ജയിലിൽ പോകുന്നിടത്ത് എല്ലാം അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ പലരും എന്നെ അതിന് നിർബന്ധിച്ചു. അവരെ ഒന്നും പിടക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഡിസ്കഷൻസ് ആണ് കേട്ടോ. ഈ ഒരു വിഷയം വെച്ച് നോക്കുന്ന സമയത്ത് പണ്ട് SN സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കണ്ടീഷനിൽ. ഇനി ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു കാര്യമില്ലാതെ എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? സോഷ്യൽ മീഡിയയിലെ ചില ഓൺലൈൻ ജഡ്ജിമാർ കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതെ വിധി പറയുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. SN സ്വാമി സാറും ലാലേട്ടനും കൂടി വരുന്ന ആ വീഡിയോ വെച്ച് ചിലർ പുതിയ കഥകൾ മെനയുകയാണ്. ലാലേട്ടൻ സ്വാമി സാറിനോട് മോശമായി പെരുമാറി പോലും. സത്യത്തിൽ അവിടെ നടന്ന എന്താണെന്ന് കണ്ണു തുറന്ന് കാണാൻ ആർക്കും സമയമില്ലേ? ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അവർ സ്റ്റെയർ കേസിൽ ഇറങ്ങി വരുമ്പോൾ എത്ര കെയറിങ് ആയാണ് ലാലേട്ടൻ പെരുമാറുന്നത്. ഇറങ്ങണം എന്ന് പറഞ്ഞ് സ്വാമി സാറിൻ്റെ പുറകിൽ കൈവച്ച് താങ്ങിപ്പിടിച്ച് അദ്ദേഹം സേഫ് ആയിട്ടാണോ പടികൾ ഇറങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് ആ വീഡിയോയിൽ ക്ലിയറാണ്. അപ്പോഴുണ്ട് അവിടെ ക്യാമറയും തൂക്കി നിൽക്കുന്ന ഏതോ ഒരുത്തം വന്നിട്ട് സ്വാമി എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും ലാലേട്ടൻ കാര്യം പിടികിട്ടി. ഈ ക്യാമറയും കൊണ്ട് നിൽക്കുന്നവർ ഉടനെ തന്നെ പുതിയ സിനിമ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സമയം കളയാൻ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് വളരെ മര്യാദയ്ക്ക് ചിരിച്ചുകൊണ്ട് തന്നെ സ്വാമി സാറിനോട് അനുവാദം ചോദിച്ച് സ്വാമിയോ അതിനിടയിൽ കൂടെ ഒരു ശകലം ഞാൻ മാറിയാൽ ഞാൻ അങ്ങോട്ട്. സ്വാമിയോ അതിൻ്റെ ഇടയിൽ കൂടെ, സ്വാമി എന്ന് വിളിച്ചപ്പോൾ സ്വാമിയോ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയില്ലേ? എൻ്റെ ഇടയിൽ കൂടെ ഇനി സ്വാമി എന്നുള്ള വിളിയുണ്ടോ? അതിനിടയിൽ കൂടെ ഒരു ശകലം മാറിയാൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ലാലേട്ടൻ മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതാണ് എനിക്കും തോന്നിയിട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയ സംഭവം അതാണ്. ഒന്നുകൂടി പറഞ്ഞോളൂ. സ്വാമിയോ അതിൻ്റെ ഇടയിൽ കൂടെ, അതായത് സ്വാമി ഇതിൻ്റെ ഇടയിൽ കയറിയോ എന്ന് പറയല്ലാതെ സ്വാമി എന്ന് ആരോ വിളിച്ചപ്പോൾ സ്വാമിയോ അതിൻ്റെ ഇടയിൽ കൂടെ അതുണ്ടോ അടുത്തത് ചോദിക്കാൻ എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു ശകലം മാറിയാൽ ഞാൻ അങ്ങോട്ട് 2 പുള്ളി പോയി. ഇതിനെയാണ് ചില വിരുദ്ധന്മാർ ലാലേട്ടൻ്റെ ടോൺ മാറി അദ്ദേഹം സ്വാമിയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കഷ്ടം തന്നെ. പ്രായമായ ഒരാൾ പടി ഇറങ്ങുമ്പോൾ അത്രയും ശ്രദ്ധയോടെ നോക്കി നിന്ന് കരുതൽ കാണിച്ചൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർക്കണം. ഇതിനിടയിൽ തരുൺ മൂർത്തി ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നൊക്കെയുള്ള വകതിരിവില്ലാത്ത ചോദ്യങ്ങൾക്ക് വേറെയും. നെഗറ്റീവ് അടിച്ചാൽ റീച്ച് കിട്ടുമെന്ന് കരുതി സത്യാവസ്ഥ അറിയാതെ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തുക. വീഡിയോ മുഴുവൻ കാണുന്ന സാമാന്യ ബോധമുള്ള ആർക്കും ലാലേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാവും. വെറുതെ വിദ്വേഷം പരത്തുന്നതിന് മുൻപ് ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. സത്യം ജയിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് തെറികൾ വരുന്നത് ഇതുപോലെ ഒരു ഡാഷ്. ഒന്നുമില്ലെങ്കിലും കരിയറിൽ സാഗർ ഏലിയാസ് ജാക്കി അടക്കം
കൊടുത്ത മനുഷ്യൻ. സാഗറിലേശാക്കിയല്ല സുഹൃത്ത്, അതിനേക്കാൾ എത്രയോ മുന്നേ ഉള്ള സിനിമകളുണ്ട്. പ്രായത്തിന് ബഹുമാനമെങ്കിലും കൊടുക്കാം. പണ്ട് PKR പിള്ളയുടെ ഭാര്യ പറഞ്ഞ പോലെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് മോഹൻലാൽ. നാളെ ഗോകുലം ഗോപാലനായിരിക്കും ഇത് അനുഭവിക്കാൻ പോകുന്ന ഇര. പ്രേം നസീർ, PKR പിള്ള, ത്രിലകൻ, ശ്രീനിവാസൻ, SN സ്വാമി. ഇതാ ഇനി അടുത്ത് പിന്നെ സോഷ്യൽ മീഡിയയിലെ കൂലി എഴുത്തുകാർ വളച്ചൊടിക്കുമ്പോൾ അച്ഛൻ്റെ പ്രായമുള്ള മോഹൻലാലിനെ ഇന്ന് കാണുന്ന മോഹൻലാലാക്കിയ SN സ്വാമിയെ മോഹൻലാൽ അപമാനിച്ചു എന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. സത്യാവസ്ഥ മനസ്സിലാക്കാൻ വീഡിയോ നിങ്ങൾ കാണുക, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. മോഹൻലാൽ SN സ്വാമിയെ കൈപിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിക്കുന്നു. മോഹൻലാൽ ഫോണും കൊണ്ടുവരുന്ന മീഡിയക്കാരോടാണ് അതിൻ്റെ ഇടയിൽ കയറി എന്ന് ചോദിക്കുന്നത്. യെസ്, ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ കേട്ടോ. മോഹൻലാൽ SN സ്വാമിയെ കൈപിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിക്കുന്നു. മോഹൻലാൽ ഫോണും കൊണ്ടുവരുന്ന മീഡിയക്കാരോടാണ് അതിനിടയിൽ കയറി എന്ന് ചോദിക്കുന്നത്. യെസ്, മോഹൻലാൽ സ്വാമിയോട് ഒരു ശകലം മാറിയാൽ ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് മോഹൻലാൽ നടന്നു നീങ്ങുന്നു. മോഹൻലാലിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള സ്വാമി എന്നൊക്കെ തുടങ്ങിയാണ് എഴുത്തുകൾ നീളുന്നത്. മോഹൻലാൽ സിനിമ നടനാണ്, അതുകൊണ്ട് അയാൾക്ക് പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കുറവായി കാണുന്നു. സ്വാമിയുടെ കാര്യത്തിൽ അങ്ങനെ പ്രകടമായി കാണുന്നില്ല, കാരണം അയാൾ സ്ക്രീനിൽ വരുന്ന ആളല്ല. സ്വാമിയും മമ്മൂട്ടിയും ഒരു പ്രായമാണ്. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ്, പ്രായവ്യത്യാസത്തിൻ്റെ ബന്ധം തന്നെയാണ് മോഹൻലാലും സ്വാമിയും തമ്മിലുള്ളത്. അപ്പോഴാണ് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ പ്രായം. മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് തന്നോടൊപ്പം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സഹപ്രവർത്തകർക്കും എല്ലാവരും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും പറയുന്ന കാര്യമാണ് ഈ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളൊന്നും മോഹൻലാലിനെ ബാധിക്കാൻ പോകുന്നില്ല. യെസ്, അപ്പോൾ ഇതാണ് സംഭവം. ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കണ്ടു. ഒരുപാട് സിനിമ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ചർച്ച ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലേ ഉള്ളൂ, അനാവശ്യമായിട്ട് വളച്ചൊടിക്കുന്ന ഒരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ പേര് വരുന്ന സമയത്ത് മമ്മൂക്കായുടെ ഫാൻസും മമ്മൂക്ക ഉണ്ടായിരിക്കും. രണ്ടുപേരും ബിഗ് ഗെയിംസ് ഓഫ് മലയാളം മൂവി ഇൻഡസ്ട്രിയാണ്, അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് പേഴ്സണലി ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒരു വിഷയമായിട്ട് തോന്നിയില്ല. അവിടെ വളരെ സിമ്പിളായിട്ട് ഇറങ്ങി വരുന്നു. സ്വാമി എന്നൊരു വിളി ആരോ വിളിച്ച സമയത്ത് സ്വാമി അതിൻ്റെ ഇടയിൽ കൂടി കയറിയോ എന്ന് ചോദിക്കുന്നത് മീഡിയക്കാരോടൊന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കഴിഞ്ഞാൽ ലാലേട്ടൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. അവിടെ ആ കൈയാണ് പ്രശ്നം. ആ വയറ്റത്തിങ്ങനെ വയറ് തൊടുന്ന സമയത്ത് ലാലേട്ടനാണ് ഷെയ്ക്കാൻ്റെ എടുക്കുന്ന പോലെ കാണിക്കുന്നത്. ആ ഒരു സംസാരിച്ചില്ല എന്നുള്ള ബഹുമാനക്കുറവ് കൊണ്ടാണ് എന്നാണ് സോഷ്യൽ മീഡിയ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.